എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയവും ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, കേട്ടല്ലോ. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ട് മറ്റും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അയക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമൊക്കെ എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഈ ആയില്യം നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ഉൾക്കാഴ്ചയുടെയും കാന്തിക ശക്തിയുടെയും നക്ഷത്രം എന്നും പറയാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഒരു സർപ്പ നക്ഷത്രം എന്നും ഈ ആയില്യം നക്ഷത്രത്തെ വിളിക്കാറുണ്ട്. ഇവരുടെ ചില പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, വളരെയധികം കൂർമ്മ ബുദ്ധി ഉള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ആഴത്തിലുള്ളൊരു അവബോധം, അത് ഇവരുടെ ഒരു പ്രത്യേകത ആണ്. അതോടൊപ്പം തന്നെ ആകർഷകമായ വ്യക്തിത്വം എന്നിവ ഇവരുടെ ഒരു പവർ ഹൗസ് ആണ് നിങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഈ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ഇതൊന്ന് പെടുത്തിക്കോളൂ. ഓക്കെ. ഇനി ആയില്യത്തിൻ്റെ യഥാർത്ഥ സത്ത എന്ന് പറയുന്ന ഒരു ഹീലർ എന്ന് പറയുന്ന ഒരു സുഖപ്പെടുത്തുന്ന, അതോടൊപ്പം തന്നെ സംരക്ഷകൻ്റെയും അതോടൊപ്പം തന്നെ ഒരു മികച്ചൊരു നയതന്ത്രജ്ഞൻ, ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഒക്കെ ഒരു ഭാവമാണെന്ന് പറയാം. അതായത് ഓരോ അസുഖങ്ങൾ ഭേദപ്പെടുത്തുക, അതിൻ്റെയൊക്കെ ഉള്ള ഒരു സത്തയാണ് ഇവർക്കുള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്ടറായിട്ട് ആക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ മികച്ച ഒരു നയതന്ത്രജ്ഞൻ. ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകതകൾ. നിങ്ങളുടെ ഒരു പ്രധാന കരുത്തുകൾ എന്ന് പറയുന്നത് ഈ സർപ്പത്തിൻ്റെ പുരാതന ഇതിഹാസങ്ങളിലൊക്കെ ഈ സർപ്പത്തിൻ്റെ വിവേകം, അതായത് നാഗങ്ങൾ പൊതുവെ ഒളിഞ്ഞിരിക്കുന്ന അറിവിൻ്റെയും നിധികളുടെയൊക്കെ കാവൽക്കാരാണെന്നാണല്ലോ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് നമുക്ക് കാണാവുന്നതാണ്. അതായത് തന്ത്രപരമായ ഒരു ഉൾക്കാഴ്ച, അതായത് വരികൾക്കിടയിലൂടെ വായിക്കുവാനുള്ള ഒരു ആറാം ഇന്ദ്രിയം നിങ്ങൾക്കുണ്ടെന്ന് വേണേൽ പറയാം. അതൊരു ചെസ് മാസ്റ്ററെ പോലെ 10 ചുവടുകൾ മുന്നിൽ കാണാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങളുടെ കരിയറൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതായത് ഓരോ കാര്യങ്ങളുടെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരികമായ കാര്യങ്ങൾ, അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് ആണെന്നിരിക്കട്ടെ, അപ്പം ഒരു പ്രത്യേക ബിസിനസ് ചെയ്യാൻ നിങ്ങളായിരിക്കും, അതിൽ ഒളിഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് മറ്റുള്ളവർ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് കണ്ടെത്തും. അതായത് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മേടിക്കാൻ പോകുകയാണെന്നിരിക്കുക, അപ്പോൾ അവർ നിങ്ങൾ മുൻകൂട്ടി തന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയും, അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ ആ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പവർ കണ്ടെത്താൻ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് അത് പറയുക കേട്ടോ. ഇനി അടുത്തത് അതിജീവന ശേഷി എന്ന് പറയുന്നത്, അതായത് സ്വയം നവീകരിക്കാനുള്ള അത്ഭുതകരമായൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതായത് പാമ്പ് പടം പൊഴിക്കുന്ന കണ്ടിട്ടില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? പാമ്പ് പടം പൊഴിച്ച് പുതിയ പടം വന്നൊരു ഒരു സ്വയം നവീകരണമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ കഠിനമായ വെല്ലുവിളികളിൽ നിന്ന് ഒരു പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വീഴ്ച പറ്റിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അതീവ ശക്തിയോടുകൂടി നിങ്ങൾ തിരിച്ചു വരും. അതിനുള്ള പവർ നിങ്ങൾക്ക് ജന്മനാലെ തന്നെ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത്തരം വിഷമതകൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഇറങ്ങി വരും അതിനകത്തുനിന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു കാന്തിക പ്രഭാവം, നിങ്ങളുടെ കണ്ണുകൾക്കും വാക്കുകൾക്കും ഒക്കെ മറ്റുള്ളവരെ വശീകരിക്കാനുള്ളൊരു ഗുണമുണ്ട്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കും. അതാണ് ഒരു പ്രത്യേകത. നിങ്ങളൊരു മാനേജറോ അല്ലെങ്കിൽ ലീഡറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരാൻ നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഇതാണ്. കാരണം നിങ്ങളുടെ നോട്ടത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ആയില്യം നക്ഷത്രക്കാർ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മറ്റുള്ളവർ നോക്കുന്ന കണക്കല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. അവരുടെ നോട്ടത്തിലൊരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാന്തിക പ്രഭാവം അവരുടെ നോട്ടത്തിനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കാര്യം, മുറിവുകളിലൂടെയാണ് പ്രകാശം നിങ്ങളിലേക്ക് കടന്ന് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു ആഴം തന്നെ വരുന്നത് നിങ്ങളുടെ സംവേദനക്ഷമതയിൽ നിന്നാണ്. അത്
ലോകത്തെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് പറ്റുന്ന മുറിവുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടിയാണ് നിങ്ങൾ പവർഫുൾ ആവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുന്ന ഓരോ മുറിവും, നിങ്ങളുടെ മനസ്സിലേക്കുന്ന ഓരോ മുറിവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തനാക്കി അല്ലെങ്കിൽ ശക്തയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ വീണ്ടും വീണ്ടും പവർഫുള്ളാക്കി മാറ്റും. അത് മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ വേറൊരു കാര്യം വെച്ചാൽ ബലഹീനതകളെ മറികടക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അതായത് ഈ എന്താ പറയുക വെച്ചാൽ നിങ്ങളുടെ ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് എന്ന് വേണേൽ പറയാവുന്നത് നിങ്ങളുടെ ഒരു അമിത ചിന്തയും മറ്റുള്ളവരൊക്കെ ഇത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു അവിശ്വാസം എപ്പോഴും കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ജോലികളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനൊക്കെ നിങ്ങൾ മടിക്കും. അല്ലെങ്കിൽ ചിലരോടൊക്കെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് തുറന്ന് പറയില്ല നിങ്ങൾ. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് പേരെയൊക്കെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ. മനസ്സിലായില്ലേ? അപ്പം അതുപോലെയാണ് സംഭവം. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലപ്പം. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ അവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അമിതമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതുകൊണ്ട് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരിൽ ആരോപിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഈ നമ്മുടെ രാമായണത്തിൽ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ആദിശേഷ്ടൻ്റെ അംശമായ ലക്ഷ്മണൻ ആദിശേഷ്ടൻ്റെ അംശമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തിയൊക്കെ സമാനതകൾ, അദ്ദേഹം വളരെ വലിയൊരു വീരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമായി പറയപ്പെടുന്നത് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും അമിതമായിട്ടുള്ളൊരു സംരക്ഷണ മനോഭാവവും. അത് അദ്ദേഹത്തിൻ്റെ ഒരു മറ്റുള്ളവരെയൊക്കെ ഞാൻ സംരക്ഷിച്ചാലേ ശരിയാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് ഒരു ഓവർ പൊസസീവ്നെസ് നിങ്ങൾ പല കാര്യങ്ങളും, കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പുലർത്തും. അത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ നിങ്ങളെ നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടു കൊടുക്കാൻ വേണ്ടി ശീലിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ മുറിവുകളൊക്കെ നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ച് കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും വരിഞ്ഞു മുറുകാനൊന്നും നിങ്ങൾ അനുവദിക്കരുത്. അതൊക്കെ നിങ്ങൾ മറന്നു കളയുക. ഒരുപക്ഷെ അതൊക്കെ നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി വിജയത്തിലേക്കുള്ളൊരു വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ ആഴത്തിലുള്ള വിശകലന ആവശ്യമുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ തുടങ്ങും. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നിങ്ങളൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള വിങ്ങുകളിലോ ഒക്കെ നിങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ഇതിലൊക്കെയുള്ള ജോലി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളതിൽ അഗ്രഗണ്യനായിരിക്കും. അതിനൊക്കെ നിങ്ങൾക്ക് നാച്ചുറലി തന്നെ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പ്രചോദനം, ഒരു സ്പാർക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചോളൂ, അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട്. IT നല്ല ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഈ സൈക്കോളജി പോലുള്ള വിദ്യാശാസ്ത്ര രംഗത്തൊക്കെയാണ് സൈക്കോളജി വേണ്ടത്. കാരണം ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മനസ്സിലാക്കാൻ ഒരു കഴിവ്. അതുപോലെ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഡോക്ടറേറ്റൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഈ റിസർച്ച് ഉള്ള അങ്ങനത്തെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാലങ്ങളിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായ സങ്കീർണമായ സംവിധാനങ്ങളും അതുപോലെ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യൽ, എന്ന് വെച്ചാൽ പൊളിറ്റിക്സിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖല നമ്മൾ നോക്കുള്ളൂ കേട്ടോ. ഇനി നിങ്ങളുടെ സുവർണ്ണ കാലഘട്ടം ഏതാണെന്ന് നോക്കാം. സാധാരണയായിട്ടൊരു 33 വയസ്സിനും ഒരു 55 വയസ്സിനും ഇടയ്ക്കുള്ളൊരു കാലമാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്ഥിരതയും അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ യുവത്വത്തിലെ തീവ്രത ഒരു വിവേകമായിട്ട് മാറും. എന്ന് വെച്ചാൽ നിങ്ങളുടെ യങ്ങർ ഏജിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു തീവ്രത ഉണ്ടാകും നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ. അത് ഗ്രാജ്വലി അത് വിവേകമായിട്ട് പരിണമിക്കും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ പവർഫുൾ ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും ആ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്കും കേട്ടോ. ഇനി ആരോഗ്യവും ഉന്മേഷമൊക്കെ, നിങ്ങളുടെ ശരീരം വളരെ സെൻസിറ്റീവാണ്. അത് ചുറ്റുപാടുകളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കും. അതുകൊണ്ട് ജലദോഷം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കൂടുതൽ വരാൻ നിങ്ങൾക്ക് സാധ്യത. അപ്പോൾ നിങ്ങൾ ഈ പെട്ടെന്ന് വെതർ ചേഞ്ച് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് പോവുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് സാധാരണ കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ശരീരം ഭയങ്കര സെൻസിറ്റീവാണ് ചുറ്റുപാടുകളോട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ആരോഗ്യപരമായിട്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഈ നഷ്ടത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ ടൂറോ അതുപോലെയൊക്കെ പോകുമ്പോൾ അത്തരത്തിലുള്ള അത് പ്രതിരോധിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു വിടുക കേട്ടോ. അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകളോ എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ കൊടുത്തു വിടാമെങ്കിൽ നല്ലത്. കാരണം അത്രയും ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഇനി വികാരങ്ങളുടെ ഒരു ശുദ്ധീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്നത് ഒരു അസിഡിറ്റിക്കൊക്കെ നിങ്ങൾക്ക് കാരണമാകും. അതായത് ഈ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഒരു മൂഡ് ഓഫ് വെള്ള ക്യാരക്ടർ വരുമ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റിയൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ഒരു വയറിനെ ഇത് ബാധിക്കും.
അതിന് ഒരു നിങ്ങൾ പ്രാണായാമം അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും അതുപോലെ തന്നെ എപ്പോഴും തന്നെ ചൂടുള്ളതും ലഘുവായതുമായ ഭക്ഷണം ശീലമാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നന്നായി. തണുത്ത ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആത്മബന്ധം വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഓവർ പൊസസീവ്നെസ് കാണിക്കും അവരോട്. അത് ചിലപ്പോൾ ഒരു നിയന്ത്രണമായിട്ട് അവർക്ക് തോന്നും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് അതൊക്കെ. അപ്പം നിങ്ങൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, പൊസസീവ്നെസ് ഒക്കെ. അങ്ങനെയുള്ളവരെ എടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ആളുകൾ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾക്കുള്ള അനുയോജ്യമായ പങ്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വളരെ വിശ്വസ്തമായിട്ടുള്ളൊരു പങ്കാളിയും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ഭയപ്പെടാത്തതുമായ ഒരാൾ. കാരണം ഞാൻ പറഞ്ഞില്ല, ചില ഒരു തീവ്രമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് ഭയപ്പെടാത്ത, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അനിഴം നല്ലൊരു നക്ഷത്രമാണ്. ഉത്രട്ടാതിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നക്ഷത്രങ്ങളാണ്. അല്ല, ഞാൻ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഏറ്റവും ഉത്തമമായത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു ഗോൾഡൻ റൂള് കേട്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. വിശ്വാസം എന്നത് നിങ്ങൾ നൽകേണ്ട ഒരു സമ്മാനമാണ്, അല്ലാതെ മറ്റൊരാൾ ദിവസവും വിജയിക്കേണ്ട ഒരു പരീക്ഷയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിശ്വാസമില്ലാതെ നിങ്ങൾ ഓരോ ദിവസവും ഒരാളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതിങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളുടെ പങ്കാളിയൊക്കെ നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അത് ചിലപ്പോൾ ബന്ധങ്ങൾ വിള്ളലുണ്ടാക്കാൻ സാധിച്ചേക്കും കേട്ടോ. അതിങ്ങനെ എല്ലാ ദിവസവും അവരെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ സ്വഭാവം അതാണ്, മനസ്സിലല്ലേ? അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ഒഴിവാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ അവർക്ക് നിങ്ങളോട് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് അത് വരും കേട്ടോ. അതൊരു ഗോൾഡൻ റൂളായിട്ട് നിങ്ങൾ വെച്ചോളൂ കേട്ടോ. ഇനി നമ്മുടെ മഹാത്മാഗാന്ധി ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ ജവഹർലാൽ നെഹ്റു ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അതുപോലെ ലതാ മങ്കേഷ്കർ ഈ ആയില്യമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞില്ലേ, ഈ സർപ്പത്തിൻ്റെ ഒരു ബുദ്ധിപരമായ തന്ത്രങ്ങൾ മനസ്സിലായില്ലേ? എപ്പോഴും നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? അപ്പം ഒരു സിംഹവും സർപ്പവും തമ്മിലുള്ള ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു പഴയൊരു നാടോടി കഥയുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ വെച്ചാൽ, സിംഹത്തിൻ്റെ ഈ അലർച്ചയോ അല്ലെങ്കിൽ അത് ഒന്നുമല്ല അതിനകത്തെ കാര്യം. ബുദ്ധിപരമായ തന്ത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സിംഹത്തിനെ തോൽപ്പിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതല്ല, നിങ്ങൾ നിശബ്ദമായി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വിജയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾ അതിനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക. പ്രകൃതി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾ അങ്ങനെ പെരുമാറുമ്പോഴാണ് കേട്ടോ. ഇനി നിങ്ങളുടെ വിജയത്തിനായുള്ള ചില കർമ്മ പദ്ധതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദാനങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതി, ജലസംരക്ഷണം. കാരണം പറഞ്ഞില്ല, ജലവുമായിട്ട് നിങ്ങൾ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ജലം സംരക്ഷിക്കാനുള്ള തണ്ണീർത്തട സംഭരണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജലസംഭരണികളോ ഒക്കെ നിങ്ങളുടെ വീടുകളിൽ സെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കിണർ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതുപോലെ ഓം നമ ശിവായ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സർപ്പത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതാണ്. ഇനി എന്നും നിങ്ങളൊന്നും സ്വയം പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് കണ്ണാടി നോക്കിയിട്ട് ഈ ഒരു കാര്യം, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ വിട്ടുവീഴ്ച മനോഭാവമുള്ളവനാണ്, ഞാൻ സൗഖ്യം പകരുന്നയാളാണ്. ഇതെന്താണ് ഒന്നുകൂടെ പറയാം. ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ട്, ഞാൻ എല്ലാവർക്കും സൗഖ്യം പകരുന്ന ഒരാളാണ്. മനസ്സിലായി? ഇത് 3 കാര്യങ്ങൾ നിങ്ങളൊരു കണ്ണാടി നോക്കി ദിവസവും വേണമെന്ന് പറഞ്ഞോളൂ. കാരണം ഈ ഒരു 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വച്ച് കഴിഞ്ഞാൽ നിങ്ങളിന്ന് എപ്പോഴും ഒരു പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉന്നത നിലകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ലോകത്തിൻ്റെ രഹസ്യങ്ങൾ തുറക്കാനുള്ളൊരു താക്കോലുമായിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്തരം പൂട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ രഹസ്യം കണ്ടുപിടിക്കാനുള്ള കാര്യം നിങ്ങൾ ഒരു നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളത് വ്യക്തികൾ തമ്മിലുള്ള പാലങ്ങൾ പണിയാൻ ഉപയോഗിക്കുക കേട്ടോ. അപ്പം പ്രപഞ്ചം നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായും കഴിവതും വേഗം തന്നെ അതിനെല്ലാം വിശദമായിട്ട് തന്നെ കഴിവതും മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ പലർക്കും എനിക്കൊന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ താങ്കളുടെയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെയൊക്കെ ഭാവി സംബന്ധമായ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മദിനം, ജനന സമയം, ജന്മസ്ഥലം, ഇനി എന്താണ് പരിശോധിക്കേണ്ട വിഷയം എന്ന് ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും മതി. ഞാൻ മെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് മറുപടി തരാം. ഇനി നിങ്ങൾ യാഹു പോലുള്ള മെയിൽ ഐ ഡികളിൽ നിന്ന് അല്ല ജിമെയിൽ അല്ലാത്ത മെയിൽ ഐ ഡിയിൽ നിന്നാണ് നിങ്ങൾ അയക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അയക്കുന്ന റിപ്ലൈകൾ സ്പാം ഇൻബോക്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ആ സ്പാം ഇൻബോക്സും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി, ഞാൻ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് മറുപടി തരാം കേട്ടോ. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.